അശാസ്ത്രീയമായ കരിമണൽ ഖനനത്തിലൂടെ ഉണ്ടായ തീരശോഷണം ഏറെ ബാധിച്ചത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെയാണ്. തീരം കടലെടുത്തതോടെ മത്സ്യബന്ധനം നിലയ്ക്കുകയും തൊഴിലാളികൾ നിത്യദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. ശേഷിച്ചവർ കിട്ടിയ വിലയ്ക്ക് കിടപ്പാടവും മണ്ണും കരിമണൽ ലോബിക്ക് വിറ്റ് നാടുവിട്ടു. ആലപ്പാടിൻ്റെ തെക്കു മുതൽ വടക്ക് വരെ തീരമേഖലയിലുണ്ടായിരുന്ന സ്വാഭാവിക കണ്ടൽക്കാടുകൾ ഖനനം മൂലം നശിച്ചു. ഇതും തീരനശീകരണത്തിൻ്റെ ആക്കം കൂട്ടി. ഖനനപ്രദേശത്ത് ശുദ്ധജലം ലഭ്യമായിരുന്ന തണ്ണീർത്തടങ്ങളും കിണറുകളും നീരുറവകളും ഖനനഫലമായി വറ്റിവരണ്ട് നാമാവശേഷമായി. ഇന്ന് ശുദ്ധജലത്തിനായി സമരം ചെയ്യേണ്ട ഗതികേടിലെത്തി നിൽക്കുന്നു ആലപ്പാട് നിവാസികൾ. പാരിസ്ഥിതിക അനുമതികൾ പോലുമില്ലാതെയാണ് പ്രദേശത്ത് ഖനനം നിർബാധം തുടരുന്നതെന്ന് ആക്ഷേപമുണ്ട്. ഈ കാണുന്ന കുഴി കിടക്കുന്ന പ്രദേശം സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്ന് IRE വാങ്ങിയ ഭൂമിയാണ്. അതിന് തൊട്ട് കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന പ്രദേശം തോടാണ്. അതിനോട് ചേർന്ന് തന്നെ നിരവധി കണ്ടൽ വനങ്ങൾ, കണ്ടൽ ചെടികൾ, ജൈവ വൈവിധ്യങ്ങൾ പലതും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂമി തുറക്കുകയും അതുതന്നെ നിയമലംഘനം ആണ്. ആ ഭൂമി ഏറ്റെടുത്തു എന്നുള്ളതല്ലാതെ അവിടെ ഖനനം നടത്താനുള്ള പാരിസ്ഥിതിക അനുമതി ഒന്നും മേടിച്ചിട്ടല്ല. വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാര കേന്ദ്രങ്ങളുടെയോ ഒരു അനുമതിയും വാങ്ങിച്ചിട്ടല്ല ഈ ഭൂമി പോലും ഖനനം ചെയ്യുന്നത്. പ്രകൃതിദത്തമായ മണൽക്കുന്നുകൾ ഖനനം മൂലം ഇല്ലാതാവുകയും കടലാക്രമണ പ്രതിരോധം ദുർബലമാവുകയും ചെയ്തതാണ് ആലപ്പാട് പഞ്ചായത്തിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അറബിക്കടലിനും TS കനാലിനുമിടയിൽ 3.5 കിലോമീറ്റർ ഉണ്ടായിരുന്ന ഒരു ഭൂപ്രദേശം ഇന്ന് കടലും കായലും ചേർന്ന ഇടമായി മാറിയത് ഈ ദുരന്തത്തിൻ്റെ നേർചിത്രം. പ്രദേശവാസികളിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയ വസ്തുവിലാണ് കമ്പനികൾ ആദ്യം കരിമണൽ ഖനനം തുടങ്ങുക. പിന്നീട് ഇതിൻ്റെ മറവിൽ പ്രദേശത്തെ കണ്ടൽക്കാടുകളെയും തണ്ണീർത്തടങ്ങളെയും കവർന്നെടുക്കും. ഇതിനെതിരെ നടപടികളെടുക്കേണ്ട ഭരണകൂടങ്ങളുടെ ഒത്താശയോടെയാണ് ഇതെല്ലാം എന്നതാണ് സത്യം. കൊല്ലത്ത് നിന്ന് ക്യാമറാമാൻ സുധീഷ് പട്ടാഴിക്കൊപ്പം രഞ്ജിത്ത് അമ്പാടി, 24. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യമികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.